കത്ത് വിവാദത്തിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങി CPIM. മുഹമ്മദ് ഷർഷാദിനെതിരെ MV ഗോവിന്ദൻ മാസ്റ്റർ വക്കീൽ നോട്ടീസ് അയച്ചു. മഹേഷ് ചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. മഹേഷ്, സാധാരണഗതിയിൽ ഒരു ആരോപണം വരുമ്പോൾ, വിവാദം വരുമ്പോൾ അതിനോട് അങ്ങനെ കാര്യമായി പ്രതികരിക്കാറില്ല CPM. പക്ഷേ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. എങ്ങനെ വേണം ഈ നീക്കത്തെ കാണാൻ? ലക്ഷ്മി, അസംബന്ധമെന്ന് പറഞ്ഞ് അവഗണിച്ച് തള്ളാൻ തന്നെയായിരുന്നു ആദ്യം തീരുമാനമുണ്ടായിരുന്നത്. പാർട്ടി തീരുമാനം അതായിരുന്നു. ആ നിലയിൽ തന്നെയായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിക്കുകയും ചെയ്തത്. എന്നാൽ ഈ വാർത്ത ഇത്തരത്തിലേക്ക് ദുരുപയോഗം ചെയ്തുകൊണ്ട് ദുരാരോപണമായി ഉയർത്തി തന്നെ പുകമറ നിർത്താൻ ശ്രമം നടക്കുന്നു എന്ന തരത്തിലേക്കുള്ള ബോധ്യം MV ഗോവിന്ദന് ഉണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ നിയമ നടപടിയിലേക്ക് നീങ്ങുന്നത്. പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയാണ് നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നത്. ഷർഷാദിനെതിരെ MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ തന്നെയും തന്റെ മകനെയും കുടുംബത്തെയും ഒക്കെ തന്നെ വലിച്ചിഴച്ചുകൊണ്ട് ഒരു വസ്തുതയും ഇല്ലാത്ത തരത്തിലേക്കുള്ള ആരോപണം ഉയർത്തിയതിനാണ് ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ വക്കീൽ നോട്ടീസിന്റെ മറുപടിക്കനുസരിച്ചായിരിക്കും മറ്റു കാര്യങ്ങളിൽ കിടക്കുക. മാനനഷ്ട കേസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് ആലോചന. ഇത്തരം പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ നിയമ പോരാട്ടം കടുപ്പിക്കാൻ തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും തീരുമാനം. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാൾ കൂടിയായ അഡ്വക്കേറ്റ് രാജഗോപാലൻ നായരാണ് വക്കീൽ നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. മഹേഷ്, ഈ കത്ത് ഇപ്പോൾ വിവാദമായതിന് പിന്നിൽ, ചർച്ചയായതിന് പിന്നിൽ CPMനകത്ത് തന്നെ ഒരു വിഭാഗീയ നീക്കം ഉണ്ട്. അതിൻ്റെ പ്രതിഫലനമായാണ്, അതിൻ്റെ ഫലമായാണ് ഇത്തരം ഒരു നീക്കം ഉണ്ടായത് എന്നത് പൊതുവെ അത്തരം വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇതിനെതിരെ ഒരു നിയമ നടപടിയിലേക്ക് CPM നീങ്ങുന്നത്, MV ഗോവിന്ദൻ നീങ്ങുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് എന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വ്യവസായി വന്ന് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചാൽ, എന്തെങ്കിലും ഒരു കത്തിൻ്റെ പേരിൽ ഈ ഒരു നീക്കം നടത്തേണ്ടതില്ലല്ലോ. അപ്പോൾ മറ്റു പലതും ഈ നിയമ നീക്കത്തിന് പിന്നിലുണ്ട് എന്ന് വേണ്ടേ കരുതാൻ? നിയമ നടപടിയിലേക്ക് നീങ്ങാനുള്ള പ്രധാന കാരണം ഈ പത്രവാർത്തകളിൽ വന്ന പോലെ തന്നെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇത്തരത്തിലേക്കൊരു പരാതി ചോർന്നു പോയി എന്നതായിരുന്നു. എന്നാൽ അത് അല്ല എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടിയിലേക്ക് കടക്കുന്നത് എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പാർട്ടി വിഭാഗീയത ഉണ്ട് എന്ന് വരുത്തിയെടുക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ചില പാർട്ടി നേതാക്കളും MV ഗോവിന്ദനും ഒക്കെ തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും ഇതിന് പിന്നിലില്ല എന്ന ഒരു ബോധ്യം പാർട്ടിക്കുണ്ട് എന്നാണ് പാർട്ടി നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. ഈ ഷർഷാദ് ഇക്കാര്യത്തിൽ തന്റെ വ്യക്തിപരമായ വിരോധം തീർക്കുന്നതിന് വേണ്ടി അതിൽ പാർട്ടിയെ വലിച്ചിഴക്കുകയായിരുന്നു. പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും വലിച്ചിഴച്ചോട് കൂടിയാണ് വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയത്. ഇത് നേരത്തെ തന്നെ ഉള്ള ഒരു കത്താണ്. ആ പരാതി ഷർഷാദ് തന്നെ നിരവധി പേർക്ക് അയച്ചതിന്റെ കാര്യങ്ങളെക്കുറിച്ച് പാർട്ടിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കത്ത് പുറത്തു വന്നതും, അതുമാത്രമല്ല ഇമെയിൽ MA ബേബിക്ക്, പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ഈ പറയുന്ന പരാതി ഡൽഹി ഹൈക്കോടതിയിലേക്ക് രാജേഷ് കൃഷ്ണ ചോർത്തി നൽകി പാർട്ടി അവമാനിച്ചിരിക്കുന്നു. ഇത് ചോർത്തി നൽകിയത് MV ഗോവിന്ദൻ മാസ്റ്റർ മകനാണ് എന്ന തരത്തിലേക്കായിരുന്നു ഉള്ള ഒരു ഇമെയിൽ. ആ ഇമെയിലും പുറത്ത് വന്നിരുന്നു. ആ ഇമെയിലും ഷർഷാദ് തന്നെ പുറത്തുവിട്ടതാണെന്നാണ് CPM ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയുടെയും ആവശ്യമില്ല, ഇങ്ങനെ കാര്യങ്ങൾ പോകാൻ പാടില്ല, അത്തരത്തിലേക്ക് പാർട്ടിക്കെതിരെ, പാർട്ടി നേതാക്കൾക്കെതിരെ എന്ത് തരത്തിലേക്കുള്ള പ്രചാരണത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നത് അതിനെ തടയിടണം എന്നുള്ള തീരുമാനത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നിയമ പോരാട്ടത്തിലേക്ക് CPMഉം MV ഗോവിന്ദനും കടന്നിരിക്കുന്നത്. മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത്.